ഹായ് ഫ്രണ്ട്സ്, ബെൽബേബീസ് ക്രാഫ്റ്റ് സെൻറ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് ടേബിൾ ടോപ്പിനെ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. അതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ, നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഒരു ചെടി പ്ലാന്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ളത് ഇത് സാധാ ഒരു നമ്മൾ ചെടിയൊക്കെ നട്ടു വെക്കുന്ന ഒരു പാത്രമാണിത്. അതിൽ ഹോൾസ് എല്ലാം ഉണ്ട്, വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണത്. അതിനുശേഷം നമ്മളിതിൽ പൊട്ടിയ ഓടുകൾ ഇടുകയാണ്. ഏറ്റവും അടിയിലായിട്ട് പൊട്ടിയ ഓടുകളാണ് നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന മിക്സുകൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് മണൽ എപ്പോഴും കിട്ടണം എന്നില്ല. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ ചകിരിച്ചോറൊക്കെ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സാധാ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്ന് നമുക്കത് വാങ്ങിക്കാൻ കിട്ടും. ചകിരിച്ചോറ് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള ചകിരിച്ചോറ് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോട്ടിലേക്ക് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇതിടയ്ക്കൊന്ന് നനച്ചു കൊടുക്കുക. നമ്മളൊരു ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചെടിക്ക് എപ്പോഴും ഒരു ഈർപ്പം വേണം. അതിന് വേണ്ടിയിട്ട് ഈ മിക്സിലേക്ക് ലേശം വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഈ ചെടിയാണ് നമ്മളിതിനകത്ത് പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. ഇത് വലുതായി വരുമ്പോൾ ഒരു കുറ്റിച്ചെടി പോലെ, ഒരു ബുഷ് പോലെ ആയിരിക്കും ഈ പോട്ടിലുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെടി ഓരോ ഭാഗങ്ങളിലായിട്ട്, ഈ പാത്രത്തിലെ ഓരോ ഭാഗങ്ങളിലായിട്ട് നമ്മളിപ്പോൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ചെറുതായിട്ട് നമ്മൾ നനച്ചു കൊടുത്തു. ഇതിപ്പോൾ ഒരു മാസത്തിന് ശേഷമുള്ളതാണ്. നമ്മുടെ ഒരു മാസം ഈ പോട്ട് ഇങ്ങനെ നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെടി ഏകദേശം ഇത്രത്തോളം വലുതാകും. കാണാനായിട്ട് നല്ല രസമായിരിക്കും. ഇതിനൊരു പൂക്കളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കാണാനായിട്ട് ഒരു രസമായിരിക്കും. ഇൻറ്റീരിയറിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പൂക്കൾ, ഈ പോട്ടുകൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ചെടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൂക്കൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പർ ക്രാഫ്റ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇനി വരുന്ന സ്റ്റെപ്പുകളൊന്ന് ഫോളോ ചെയ്യുക. ഇപ്പം നമ്മൾ പിങ്ക് കളർ ഉപയോഗിച്ചിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ കുറേ നാൾ ഈ ഡിസൈൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വേറൊരു കളർ ഉപയോഗിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞയും പൂക്കൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മഞ്ഞയും കുറച്ച് നാൾ റോസും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ വീടിൻ്റെ അകത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചെടി നമ്മൾക്ക് നനച്ചു കൊടുക്കേണ്ടി വരും, കാരണം അതല്ലെങ്കിൽ ചീത്തയായി പോകും. അപ്പോൾ നനച്ചു കൊടുക്കുമ്പോൾ ഈ പേപ്പർ പൂവുകൾ എടുത്ത് മാറ്റാൻ മറക്കരുത്, കാരണം പേപ്പറാണ്, ചീത്തയായി പോകും. അപ്പോൾ പേപ്പർ പൂ എടുത്ത് മാറ്റിയതിന് ശേഷം ചെറുതായിട്ട്
സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.